സദ്യയിലെ കറികളിൽ കേമനായ അവിയലൊന്നുണ്ടാക്കി നോക്കിയാലോ? പാണ്ഡവർ വനവാസക്കാലത്തുണ്ടാക്കിയിരുന്ന കറിയാണിതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യം കൽച്ചട്ടിയിലേക്ക് ചേന നീളത്തിലരിഞ്ഞിട്ട് കൊടുക്കാം. ചേനയുടെ അതേ അളവിൽ കുമ്പളങ്ങയോ വെള്ളരിക്കയോ എടുക്കാം. അതിൻ്റെ 4/1 ഭാഗം വീതം ബാക്കി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിലരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പടവലങ്ങ കഷ്ണവും നീളത്തിലരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അച്ചിങ്ങയാണ് ചേർക്കേണ്ടത്. ഒരു 4 അച്ചിങ്ങ നീളത്തിൽ നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കായ അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഒരു വലിയ മുരിങ്ങക്കായ ചെറുതായി കട്ട് ചെയ്ത് നടുവേ പിളർന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ വഴുതനങ്ങ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കീറിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മാത്രം മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ഗ്ലാസ് മാത്രം വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചക്കറികളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന കാരണം കുറച്ച് മാത്രം വെള്ളമേ ചേർക്കാവൂ. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഈ സമയം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒക്കെയാണ് അവിയലിന് കറക്റ്റ് ടേസ്റ്റ് കൊടുക്കുന്നത്. നന്നായി ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം വെന്ത് തുടങ്ങുമ്പോൾ പാത്രത്തിൻ്റെ പകുതി ഭാഗമാകും. നമുക്ക് മൂടി തുറന്ന് നോക്കാം. പച്ചക്കറികളിൽ നിന്നെല്ലാം നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം എടുത്തതിലും പകുതി ആയിട്ടുണ്ട്. ഇതനുസരിച്ച് വേണം നമ്മൾ തേങ്ങ എടുക്കേണ്ടത്. ഒന്നും കൂടി അത് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ 1/4 വേവായിട്ടുണ്ട്. ഒരു ചെറിയ പുളു മാങ്ങ കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് ഇതെല്ലാം ചേർക്കാമേ. ചിലർ തൈരും ചിലർ പുളിയും ചേർക്കുന്നവരുണ്ട് കേട്ടോ. മാങ്ങ വേവാനായി കുറച്ച് സമയം കൂടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു വലിയ മുറി തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും 2-3 അല്ലി ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇവിടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ടെങ്കിലും തേങ്ങ ചേർക്കുമ്പോൾ അത് ശരിയായിക്കൊള്ളും. ചതച്ച തേങ്ങ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് ലൂസാണെന്ന് തോന്നിയാലും വിളമ്പാറാവുമ്പോഴേക്കും അത് കറക്റ്റായി കിട്ടും. പച്ച വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. കഷ്ണങ്ങൾ അധികം ഉടഞ്ഞു പോകാതെ വേണം ഇളക്കി യോജിപ്പിക്കാൻ. കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മൂടി വച്ച് കുറച്ച് സമയം അടച്ചു കൊടുക്കണം. കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും അരപ്പും എല്ലാം തമ്മിലൊന്ന് യോജിക്കണം. ഇവിടെ അവിയൽ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്.